അതിനെ ശിവനും അവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞ് കെയർ ചെയ്യുമ്പോഴാണ് അവളാണ് പണ്ട് നടന്നൊരു സംഭവം ആലോചിച്ച് നോക്കും. ഇവള് റിച്ചാന്ന് അറിയുന്ന മുമ്പേ ഇൻവോ അവളെയും വിളിച്ചോണ്ട് അവന്റെ വീട്ടിലേക്ക് ചെന്നേക്കും. അങ്ങനെ അവിടെ ആരില്ലാത്തോണ്ട് ഇവൻ അവന്റെ പാരന്റ്സിന്റെ കടയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇതേപോലെ ജീവിക്കാൻ വേണ്ടി കുറെ പൈസ ഞങ്ങൾ ഉണ്ടാക്കുവാന്ന് അവൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ കേട്ട് അവൾ റിച്ചാന്ന് പറയാൻ വരുമ്പം ഇവൻ അതിനൊന്നും സമ്മതിക്കത്തില്ല. അതിനുമ്പേ അവൻ ഇവളുടെ കുടുംബം കടത്തിലാണെങ്കിൽ പോലും അവന്റെ അത് അടച്ചേർക്കുള്ള പൈസ ഉണ്ടെന്ന് പറയും. ഒരു പക്ഷെ അത് ഇല്ലെങ്കിൽ പോലും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാന്ന് ഇവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കി ഇവനെ തന്നെ നോയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് എന്തിനാ ആ സംഭവമൊക്കെ ഇപ്പൊ ഓർമ്മ വന്നേന്ന്. അപ്പനാണ് അവിടെ കിൻസും ഓടിയെത്തുമ്പം ഇത് കണ്ട് ഇവന് ദേഷ്യം വന്നിട്ട് അവളിപ്പോ റെസ്റ്റ് എടുക്കണം പറഞ്ഞ് ഹെയിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് ചെറുതായിട്ട് അവളുടെ കാല് കൊടുക്കുമ്പോഴാണ് ഇവനും പെട്ടെന്ന് അവൾ പൊക്കിയെടുത്ത് പോകാൻ വേണ്ടി റെഡിയാകും. അങ്ങനെ ഇത് കണ്ട് അവൾ ഷോക്കായിരിക്കുമ്പോഴാണ് ഇവനും ചോദിക്കും ഒരു ഇതും ഡ്രാമയായിട്ടെല്ലാം തോന്നുവാണ് അവൻ ഇപ്പൊ തന്നെ അവൾ ഇറക്കി വിടാന്ന്. അതോടെ ഹെയിനും പേടിച്ചിട്ട് തൽക്കാലം കാലുവേദന ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സഹായിക്കുന്നതെന്ന് അവള് കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവനും ചിരിച്ചോണ്ട് അവളെയും വിളിച്ചോണ്ട് ഇവരുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുമ്പോഴാണ് ഇവരെ കണ്ടിട്ട് അവിടെ ഉള്ളവരെല്ലാം കൂടെ ഷോക്കാവും. കാരണം ഇവരുണ്ട് റൊമാൻസ് ചെയ്ത് അവരാരും തന്നെ കണ്ടിട്ടില്ല. അതിനുശേഷം ആ പന്നിയുടെ കാര്യമൊക്കെ അറിഞ്ഞ് അവളുടെ പാരന്റ്സ് മൊത്തത്തിൽ പേടിച്ചു പോകും. അങ്ങനെ അമ്മയ്ക്ക് അവളോട് വിരോധം ഉണ്ടെങ്കിൽ പോലും ഈ കാര്യം അറിഞ്ഞ് അവർ അപ്പം തന്നെ ഹെയിനെ കാണാൻ വേണ്ടി പോകും. അതിനുശേഷം ഇവല്ല ഹെയിനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അമ്മയും പേടിച്ചിട്ട് ഒരു പക്ഷേ ഇൻവോ അബദ്ധവശ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ഹെയിന്റെ അവസ്ഥ എന്തോന്ന് അവരാലോചിച്ചോണ്ടിരിക്കും. അപ്പനാണ് അവളും അവൻ മുമ്പ് ആർമിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനെ കുറിച്ച് പൊക്കി പറയുമ്പോഴാണ് ഇത് കേട്ട് അനിയനും പേടിച്ചു പോകും. ഓ അവന് ഷൂട്ടിംഗ് ഒക്കെ അറിയായിരുന്നു, എന്നിട്ടാണ് ഞാൻ അവനെ വെറുതെ പഠിപ്പിച്ചോണ്ടിരുന്നത്. ഏതിന് ഇവരൊക്കെ സംസാരിക്കുമ്പോഴാണ് ആന്റിയും പറയും എന്തായാലും ഹെയ്ന നിനക്ക് നല്ല ലക്കുണ്ട്, അല്ലെങ്കിൽ അവനെ പോലെ ഒരു പയ്യനൊക്കെ നിനക്ക് സെറ്റ് ആവോ. അവൻ ലോയർ ആയതുകൊണ്ട് നീ അവനെ വെറുതെ കാണല്ലേ. ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ എന്നെ കാണാറുള്ളപ്പം അവനെ കാണാൻ ഹാൻഡ്സാ, പിന്നെ അവന്റെ കയ്യിലെ മസിലൊക്കെ കാണണം. ഞാൻ അവനെ കാണുമ്പോൾ തന്നെ വീണുപോയി. ഏതിന് ആന്റിയും പറയുമ്പം ഇത് കേട്ട് ഇവരെല്ലാരും കൂടെ ശബ്ദം ഉണ്ടാക്കും. അതിനുശേഷം ഇൻവോ തിരിച്ച് കാട്ടിലേക്ക് തന്നെ പോകും. കാരണം ആ പന്നി എങ്ങനെ വന്നേന്ന് ഇവനൊരു പിടിയില്ല. അങ്ങനെ അവൻ അതൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ അവന്റെ കൂട്ടുകാരനോട് വിളിച്ചു പറയും. അപ്പനാണ് ഇത് കേട്ട് അവനും എന്തായാലും ആ സമയത്ത് അവളെ സഹായിച്ചുകൊണ്ട് ഇപ്പൊ അവളുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനം കിട്ടിക്കാണെന്ന് അറിയും. അങ്ങനെ ഇവ രണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനാണ് ഇവരുടെ സ്ഥലത്തിലുള്ള ഒരു കമ്പിവേലി ആരാണ്ട് പൊട്ടിച്ചിട്ടേക്കുന്ന കാണും. അതോടെ അവന് സംശയമായി ഇത് മനഃപൂർവ്വം ആരാണ്ട് ചെയ്തതാണ്. അതിനുശേഷം ഇവരെ ഒരുമിച്ച് ഫുഡ് കഴിക്കുമ്പോഴാണ് ഇൻവും ഇത് ആരോ ചെയ്ത് പണിയാന്ന് പറഞ്ഞ് അവൻ കണ്ട കാര്യങ്ങളൊക്കെ എടുത്തു പറയും. അപ്പനാണ് ഇവരെല്ലാം കൂടെ ഷോക്കാവും നമ്മുടെ പ്രൈവറ്റ് സ്ഥലത്ത് ആരായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന്. അതിനുശേഷം ഇവരെല്ലാരും കൂടെ ഫുഡ് കഴിച്ചിട്ട് ആ CCTV ഫുഡ് ചെക്ക് ചെയ്ത് നോക്കാന്ന് അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇൻവു ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് എന്നത്തെ പോലെ അല്ലാതെ ഹെയിന്റെ അച്ഛനാണ് നല്ലോണം അവനെ കെയർ ചെയ്യും. കാരണം ഇപ്പൊ അവൾ ജീവനോടുള്ള കാരണം തന്നെ ഇവനാണ്. അതുകൊണ്ട് അവനിപ്പോ നല്ല ബഹുമാനമാണ്. അതിനുശേഷം ഇന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ഇൻസുങ്ങിനോട് അവരൊക്കെ സോറി ചോദിക്കുമ്പോഴാണ് അവനൊന്നും കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴാണ് ഹെയിന്റെ അമ്മയും ഇവന്റെ കുടുംബത്തിനെ കുറിച്ച് തിരക്കുമ്പോഴാണ് അവൻ അനാഥയാന്ന് അറിയാൻ വരുന്നത്. അതിനുശേഷം അപ്പൂപ്പനും അദ്ദേഹം അനാഥയായിട്ട് ഇപ്പൊ ഈ സ്ഥലത്ത് വന്ന് അവന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കും. അവരാണ് ഈ ഗസ്റ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന ഒരാളും അദ്ദേഹം വളർത്തുന്ന പട്ടിയായിട്ട് അവിടേക്ക് വരും. അങ്ങനെ ഇത് കണ്ട അപ്പൂപ്പനും ഈ പട്ടിയെ കാണാൻ നല്ല ലുക്ക് ഉണ്ടെന്ന് പറയുമ്പോഴാണ് അങ്ങേരാണ് സ്വന്തം പട്ടിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയും. ഇത് കാണുന്ന പോലെ സാധാരണ പട്ടിയൊന്നല്ല, അതിബുദ്ധിശാലിയാന്ന്. അങ്ങനെ പണ്ട് വീട് തീ പിടിച്ചപ്പോ സ്വന്തം മോനെ രക്ഷിച്ച പട്ടിയാന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് അപ്പൂപ്പന് കുറെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ ഒരു പട്ടിയാണെന്ന് പറഞ്ഞ് അപ്പൂപ്പൻ ഈ പട്ടിയെ വിലക്ക് വയ്ക്കുമ്പോഴാണ് അങ്ങേര് ഇത് പൈസ കൊടുക്കത്തില്ലെന്ന് അറിയും. അങ്ങനെ ഇത് കേട്ട് അപ്പൂപ്പന് അത്രയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കുമ്പം ഇത് മനസ്സിലാക്കി ഇൻസുങ് ആണ് ഫുഡ് കഴിഞ്ഞിട്ട് അങ്ങേരോട് സംസാരിക്കും. അങ്ങനെ ഈ പട്ടി വിലക്ക് വരുമെന്ന് പറഞ്ഞ് അങ്ങേരോട് ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം പൈസ കൊടുത്തൊന്നും ഇതിനെ വാങ്ങിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. പക്ഷെ ഇവനാണ് പെട്ടെന്നൊരു ഡീൽ വയ്ക്കും. 1 മിനിറ്റ് സമയം തരും, അതിനുള്ളിൽ ഈ പട്ടിയെ തരുവാണ് അവൻ 10 കോടി തരാന്ന്. അങ്ങനെ ഇത് കേട്ടതോടെ അങ്ങേര് മൊത്തത്തിൽ അങ്ങ് വീണു പോകും. അങ്ങനെ സമയം കുറയും തോറും അവൻ ഓരോ കോടി ഇങ്ങനെ കുറച്ചോണ്ട് വരും. അതുകൊണ്ട് അയാളും പെട്ടെന്ന് പേടിച്ചു പോയിട്ട് 10 കോടിക്ക് ഈ പട്ടിയെ തരാന്ന് അവന് വാക്കുകൊടുക്കും. ഇതേ സമയം അനീൻ അവന്റെ ഭാര്യയായിട്ടൊക്കെ പഞ്ചായത്തടിച്ചിരിക്കുമ്പോഴാണ് അവൾക്കാണ് ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എല്ലാം കൺട്രോൾ ചെയ്തോണ്ട് ഇവൻ സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവനും കുറെ ഡ്രിങ്ക് ചെയ്തിട്ട് ഇവൾക്കത് വേണമെന്ന് ചോദിക്കുമ്പോഴാണ് അവൾ ഇങ്ങനത്തെ സാധനം ടച്ച് പോലും ചെയ്യത്തില്ലെന്ന് അവന്റെ മുമ്പിൽ ആക്ട് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവന് കുറെ വെള്ളം കുടിച്ചോണ്ട് ബാത്റൂം പോയിട്ടാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവളാണ് പെട്ടെന്ന് ആ ബോട്ടിൽ ഫുള്ളും കുടിച്ചീർക്കും. എന്തൊരു സംസാരം ഈ ചറക്കിന്, ഇവനൊന്നും മിണ്ടായിരുന്നോടെ. എന്നിട്ട് അവൻ പോയതിനു ശേഷം ഇവളുടെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ വേറെ ആയിരിക്കും. അതേസമയം അനീന് വാഷ്റൂം പോയിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് അവിടുത്തെ ഹോളില് ഇൻവു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും അളിയ റൂമിൽ പോകുന്നില്ലെന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇൻവുനാണ് ഒരു ഐഡിയ എത്തും. കാരണം ഇവന് ഹെയിനും കൂടെ ആകെ ഇവിടെ ഒരു റൂമേ ഉള്ളു. അതുകൊണ്ട് അളിയൻ അകത്തേക്ക് കയറാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത്. അങ്ങനെ അനീനെ കണ്ടതോടെ ഇന്ന് രാത്രി ഫുള്ള് നമുക്ക് ഒരുമിച്ചിരുന്ന് ഇവിടെ ടൈം പാസ് ചെയ്യാന്ന് അനീനോട് സ്നേഹം കാണിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അനീനും പേടിച്ചിട്ട് എനിക്ക് എന്റെ ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറാൻ നോക്കും. പക്ഷെ ഇൻവു അവനെ വിടാതെ ഇതിനു മുമ്പ് ബിസിനസിന്റെ ഡൗട്ടൊക്കെ ചോദിച്ചില്ലേ, അതൊക്കെ ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്ത് തരാം, ഈ ഓഫർ ഇപ്പൊ പോയി കിട്ടത്തില്ല കേട്ടോ, എന്നതിന് എങ്ങനെയൊക്കെ ഇന്നത്തെ രാത്രി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷെ അവനാണ് കാര്യമെല്ലാം മനസ്സിലാവും. എനിക്ക് ഇപ്പോഴല്ലേ പിടി കിട്ടിയ, ഹെയിന്റെ കൂടെ ഒരുമിച്ച് കിടക്കാൻ പേടിയല്ലേ, എനിക്ക് മനസ്സിലായി. അലയും ചെന്ന് കടന്നോ, ചുമ്മാ ഇങ്ങനെ പേടിച്ചു വരയ്ക്കാതെ. എന്നിട്ട് ഇൻവുവിന് പറഞ്ഞയക്കുമ്പോഴാണ് അവനും ചെറിയ പേടിയോടെ അകത്തേക്ക് ഇങ്ങനെ കയറി വരും. അപ്പോഴാണ് ഇവൻ വരുന്നിട്ട് അവളും ഇത്ര സമയം എവിടെ പോയി കടന്നയാന്ന് അവൾ ചോദിച്ചു
ചോദിക്കുമ്പോ തന്നെ അവൻ പേടിച്ചിട്ട് പതി ഇങ്ങനെ അടുത്തേക്ക് ഒന്ന് കിടക്കാൻ നോക്കും. ഇത് കണ്ട് അവളും രാത്രി കുളിക്കാതെയാണ് കിടക്കാൻ പോകുന്നതെന്ന് അവനെ ചെന്ന് വാഷ് ചെയ്യാൻ പറയുമ്പോഴാണ് ഇവള് പറഞ്ഞതെല്ലാം അനുസരിച്ച് അവന് ബാത്റൂമിലേക്ക് കുളിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഇവൻ ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് ഇവള് പുറത്തിരുന്ന് ഫുള്ളും ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അവൻ ഹീറോ പോലെ ഇവളൊന്ന് സേവ് ചെയ്തും റൊമാൻറ്റിക് ആയിട്ട് ഇവള് പൊക്കിയെടുത്തോണ്ട് പോയതൊക്കെ. അങ്ങനെ അതൊക്കെ ആലോചിച്ചൊക്കെ അവള് ചെയ്യാമ്പരാണ് പെട്ടെന്ന് എന്തിനാ റൊമാൻറ്റിക് മൂഡിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് അവളോട് തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഹെയ്ന അവനെ കാണാൻ അത്രയ്ക്ക് ഹാൻഡ്സ് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് എന്നിട്ട് ഇവളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അതേസമയം കുളിച്ചു കഴിഞ്ഞിട്ട് ഇൻവു ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരും. ഇത് കണ്ടതോടെ അവളുടെ കൺട്രോൾ മൊത്തത്തിൽ അങ്ങ് പോകും. അതുകൊണ്ട് അടുത്ത സെക്കൻഡ് തന്നെ അവൾ ബാത്റൂമിലേക്ക് ചെന്നിട്ട് ഇവനെ കാണാൻ എത്ര ഹാൻഡ്സം ആണെങ്കിലും ഇങ്ങനെ ഷർട്ട് പോലെ ഇടാതെയാണോ പുറത്തേക്ക് വരുന്നതെന്ന് അവൾ അകത്തിരുന്ന് കുറെ ശരിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഡോർ തട്ടിയിട്ട് വീണ്ടും ഇൻവു ഇങ്ങനെ അകത്തേക്ക് വരും. ഇത് കണ്ട് അവൾ മൊത്തത്തിൽ പേടിച്ചു പോകുമ്പോഴാണ് അവനാണ് ഇവൾക്ക് ഈ ഫ്ലോറൊക്കെ നനഞ്ഞിരിക്കുന്ന ഇഷ്ടമില്ലാത്തോണ്ട് അത് ക്ലീൻ ചെയ്യാൻ വന്നതെന്ന് പറയും. പക്ഷെ ഇവനെ കാണുന്ന ഓരോ സെക്കൻഡും അവളുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തോണ്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവനെ പുറത്താക്കും. അങ്ങനെ അതിനുശേഷം ഇവരുടെ ഒരുമിച്ച് കിടക്കുമ്പോഴാണ് അവനും കുറച്ച് ടെൻഷനോടെ അടുത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവളും ഇതേപോലെ നമ്മൾ മുമ്പ് ഒരേ ബെഡിൽ കിടന്നുറങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അന്ന് ഇവളെയും വിളിച്ചോണ്ട് ഇൻവു അവന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ കുറെ ലേറ്റ് ആയതുകൊണ്ട് അവനും അവന്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങാൻ വേണ്ടി പറഞ്ഞാണ്. അങ്ങനെ അതിനുശേഷം അവൾ അവന്റെ മുറി കിടക്കുമ്പോഴാണ് ഇവനാണ് ഈ റൂമിൽ നിന്ന് പുറത്താൻ ഒട്ടും തന്നെ ആഗ്രഹമില്ല. പക്ഷെ എന്നാലും അവൻ അവന്റെ അച്ഛന്റെ കൂടെ കിടന്നോളെന്ന് പറഞ്ഞിട്ട് മിഡ് നൈറ്റ് വന്ന് അവൾ ഉണർത്തും. ഹെയ്ന നമുക്ക് ഇവിടുന്ന് ഒരുമിച്ച് ചന്ദ്രനെ കണ്ടാലോ എന്നിട്ട് അവൻ അവളെ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലായി അവളുടെ കൂടെ അവന് കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന്. അതുകൊണ്ട് അവളും വേണേ റൂമിലേക്ക് വന്നെന്ന് പറയുമ്പോഴാണ് ഇവൻ അപ്പം തന്നെ ചാടി അകത്തേക്കും കയറും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ആ ചന്ദ്രനെ കണ്ട് റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അന്ന് ആ ചെറിയ ബെഡിൽ ഇവർക്ക് സ്ഥലമില്ലാത്തോണ്ട് ഹഗ് ചെയ്തായിരുന്നു കിടന്ന്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവളും വേണേ നമുക്കിപ്പോ സ്ഥലമില്ലാത്തോണ്ട് അതേപോലെ കിടന്നുറങ്ങിയാലും ചോദിക്കുമ്പോഴാണ് ഇവനാണ് പെട്ടെന്ന് പേടിച്ചിട്ട് എനിക്കിപ്പോ കുറെ സ്ഥലമുണ്ട് കണ്ടോ, എന്റെ കാലൊക്കെ നല്ലോണം നീങ്ങുന്നു, നമുക്ക് ഇങ്ങനെ തന്നെ കിടന്നുറങ്ങാം, എന്തിനാ വെറുതെ ഹഗ്ഗൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഇവൻ പേടിക്കുമ്പോഴാണ് അവളും ഓ അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ചോദിച്ചാ, നീ അതങ്ങ് വിശ്വസിച്ചോ, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അങ്ങ് കിടന്നുറങ്ങും. ഏതെങ്കിലും ഇവരും പരസ്പരം നോക്കാതെ തിരിഞ്ഞാടന്നുറങ്ങും. അതിനുശേഷം അടുത്ത ദിവസം ഇൻസിങ്ങും പുറത്തേക്ക് നോക്കുമ്പോഴാണ് ആ പട്ടിയെ കൊടുത്തവരാണ് അവരുടെ പട്ടിയെ തിരിച്ചാണെന്ന് പറഞ്ഞ് ഇവനടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്നേക്കും. അതോടെ അവൻ അങ്ങ് ദേഷ്യത്തിലാവും. എന്തുവാടെ എന്നാലും 10 കോടി വാങ്ങിച്ചിട്ട് പട്ടിയെ തന്നെയല്ല, ഇപ്പം വന്ന് എന്നോട് ചോദിച്ചാൽ എങ്ങനെ, ഇത് ഞാൻ വേറെ ഒരാൾക്ക് വിറ്റ്, ഇനി എന്നെ കൊണ്ടൊന്നും തരാൻ പറ്റത്തില്ല. ഏതിന് അവനും പറയുമ്പോഴാണ് അവരാണ് ഈ പട്ടി ഫാമിലി പോലെയാന്ന് പറഞ്ഞ് അവനോട് കെഞ്ചിക്കൊണ്ടിരിക്കും. ഇത് കേട്ട് അവനും എങ്കിൽ പിന്നെ തന്നതിന് കുറ്റബോധം മാറ്റിത്തരാന്ന് പറഞ്ഞ് അവൻ ആ പട്ടിയെ കൊല്ലാൻ നോക്കുമ്പോഴാണ് അവിടേക്ക് ഇൻവു വന്നിട്ട് ഇവനെ തടയും. അതിനുശേഷം അവന് പൈസ തിരിച്ചു കൊടുത്തെങ്കിൽ അവരുടെ പട്ടിയെ കൊണ്ടുപോയിക്കോളാൻ പറയും. അങ്ങനെ അതിനുശേഷം അവരവിടുന്ന് കൊണ്ടുപോകുമ്പോഴാണ് ഇൻസുങ്ങാണ് ഇത് കണ്ടിട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ആ പട്ടിയെ കൊല്ലാൻ സമ്മതിക്കാത്ത, അത് അവരുടെ ഫാമിലി ആയതുകൊണ്ടാണോ? അതിനർത്ഥം അപ്പൊ ഫാമിലി അല്ലാത്ത തെരുവ് നായ്ക്കളെല്ലാം നമുക്ക് ഷൂട്ട് ചെയ്ത് കൊല്ലാം അല്ലേ എന്നിന് അവനും കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഈ ഡയലോഗ് ഇട്ട് ആ ഫാമിലി അങ്ങ് ഷോക്കാവും. കാരണം ഇതേപോലെ പണ്ട് ഒരു കൊച്ചു വൈൻ ഈ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അവനൊരു വീട്ടിലെ പട്ടിയെ കൊല്ലുമ്പോഴാണ് പോലീസ് ഒന്ന് അവനോട് വഴക്കുറയും, എന്തിനാ ഫാമിലി പോലും നോക്കി ആ പട്ടിയെ കൊന്നേന്ന്. അപ്പോഴാണ് അവനും ഇവൻ പറഞ്ഞ അതേ ഡയലോഗ് ആയിരിക്കും പറഞ്ഞ് അപ്പൊ തെരുവ് നായ്ക്കളെ കൊന്ന അത് ഇവർക്ക് വിഷയമില്ലെന്ന്. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരു ആ പയ്യനായിരിക്കും ഇപ്പൊ വളർന്നിക്കുന്ന ഈ പയ്യന്ന് അവര് മൊത്തത്തിൽ പേടിച്ചു പോകും. അതിനുശേഷം ഇവരെല്ലാരും കൂടെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇൻസുങ്ങും ഹെയ്നെ ഫോൺ വിളിച്ചിട്ട് അവ മിസ്റ്റർ ഡേവിഡിനെ കാണാൻ അവസരം തരാന്ന് അവൾക്ക് വാക്ക് കൊടുക്കും. അങ്ങനെ ഇത് കേട്ടവർ അവള് സന്തോഷത്തി ഡേവിഡിനെ കണ്ട് ബിസിനസ് ഒക്കെ സെറ്റാക്കിയ പിന്നെ ആ നമ്പർ 1 ബ്രാൻഡ് ഇവളുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ വരും എന്ന് പറഞ്ഞ് അവൾ മൊത്തത്തിൽ സന്തോഷത്തിരിക്കും. പക്ഷെ ഈ സമയത്ത് അവൾക്ക് മരിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുടനെ ഇതൊക്കെ കളഞ്ഞിട്ട് ഞാൻ എങ്ങനെ മരിക്കുമെന്ന് അവൾ ഇതുവരെ ശേഖരിച്ച എല്ലാ കളക്ഷനും ചെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ വാങ്ങിച്ചു വെച്ചേക്കുന്ന ഫുള്ള് ഡ്രസ്സ് പോലും ഇതുവരെ അവൾ ഇട്ടിട്ടില്ല. ഇതൊക്കെ എൻജോയ് ചെയ്ത് ഞാൻ മരിക്കത്തില്ലെന്ന് അറിഞ്ഞ് അവൾ അവസാനം ഇൻവെന്റ് റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവൾ വാങ്ങിച്ചത് ഒന്നിനും കൊള്ളാത്ത സാധനം ഇവനാന്ന് പറഞ്ഞിട്ട് പോകും. അതിനുശേഷം അടുത്ത ദിവസം ഇവളും കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് എന്നത്തെയും പോലെ അല്ലാതെ ഇന്ന് ഇൻവുവിനെ കാണുമ്പോൾ അവൾക്ക് കണ്ടോണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ അവളുടെ ഓഫീസിലേക്ക് പോകാതെ ഇവനത്തിന് എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് ബോധം വന്നിട്ട് അവളുടെ സെക്രട്ടറിയോട് ചോദിക്കും, അത് പിന്നെ ഒരാൾ കല്യാണം കഴിച്ച് 3 വർഷമായെങ്കിലും പിന്നീട് ഹസ്ബൻഡോട് ക്രഷ് വരാൻ ചാൻസ് ഉണ്ടോ എന്നിട്ട് ഇവള് ചോദിക്കുമ്പോഴാണ് സെക്രട്ടറി മൊത്തത്തിൽ അങ്ങ് ഡാമേജ് ചെയ്തും അയ്യേ ഏത് പെണ്ണുമ്പിള്ളിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഒക്കെ വന്ന കല്യാണം കഴിഞ്ഞിട്ട് ലവോ എന്നിട്ട് ഇവൾ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഹെയ്നാണ് ചെറുതായിട്ട് പേടിച്ചു പോകും. അല്ല ഞാനൊരു അങ്ങനല്ല, ഒരു ഹസ്ബൻഡിനെ കാണാൻ ഹാൻസം ആണെന്ന് വെച്ചോ എപ്പോഴും അവനെ തന്നെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കാൻ തോന്നും, പിന്നെ നമ്മളെ ടേക്ക് കെയർ ചെയ്ത് കുറെ റൊമാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങും എന്നിട്ട് ഇവൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ട് സെക്രട്ടറി അവസാനം പറയും ഒരു പെണ്ണുമ്പിള്ളിക്ക് തലയ്ക്ക് വല്ലതും കുഴപ്പം കാണുമെന്ന്, അതുകൊണ്ട് സ്കാനൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പറയുമ്പോഴാണ് ഇത് കേട്ട് ഹെയ്നും ഇവള് പറഞ്ഞ പോലെ ഇനി തലയ്ക്ക് പ്രശ്നമുള്ളതുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നെന്ന് വിചാരിക്കും. അങ്ങനെ അടുത്ത സെക്കൻഡ് തന്നെ ഡോക്ടറിനെ കാണാൻ പോയിട്ട് അവൾക്ക് ഈ ഇടയ്ക്കായിട്ട് ഹസ്ബൻഡിനോട് സ്നേഹം തോന്നുകയും പിന്നെ ഇതുവരെ ഇല്ലാത്ത പോലെ മറ്റുള്ളവരോട് സഹതാപം തോന്നുന്നതൊക്കെ പറയും. അങ്ങനെ ഇതൊക്കെ കേട്ട് ഡോക്ടറും ഇതൊക്കെ സാധാരണ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതെന്ന് പറയും. അപ്പോഴാണ് അവളെ സമ്മതിക്കാതെ സാധാരണ അവള് ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവളത് മൈൻഡ് ചെയ്യത്തില്ലെന്ന് പറയും. പക്ഷെ ഇപ്പൊ വേറെ ആരെങ്കിലും ഫാമിലി ഇഷ്യൂ പറഞ്ഞ് കരഞ്ഞ ഇവളറിയാതെ കരഞ്ഞോന്ന് പറഞ്ഞ് അവൾ ആ കാര്യമൊക്കെ പറയുമ്പം ഇതെല്ലാം കേട്ട് ഡോക്ടറും പറയും ഒരു നിങ്ങൾ മരിക്കാൻ പോകുന്നോണ്ട് നിങ്ങളുടെ മനസ്സ് മാറിക്കാണും, അതുകൊണ്ട്
അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇതൊരു മാറ്റം. ഇതിന്റെ ഡോക്ടർ സത്യം പറയുമ്പോഴാണ് അവൾ അവസാനം വരെ സമ്മതിച്ചു കൊടുക്കത്തില്ല അവൾക്ക് സഹതാപമുള്ള മനസ്സുണ്ടെന്ന്. അതുകൊണ്ട് അവളും ദേഷ്യത്തി ഡോക്ടറിനെ എന്നെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ജീവനോടെ ജീവിച്ചു കാണിക്കുമെന്ന് അവൾ ശബ്ദം ഇട്ടിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇപ്പൊ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇൻവു ഇവളുടെ അച്ഛനും കൂടെ അപ്പൂപ്പന്റെ മൂത്ത മകനെ കാണാൻ വേണ്ടി പോകും. കാരണം ഇന്നലെ ഇവര് ഹണ്ട് ചെയ്യാൻ പോയപ്പോ ആ കമ്പിവേലി ആരാ പൊട്ടിച്ചിട്ടെന്ന് അറിഞ്ഞു കാണത്തില്ല. പക്ഷെ CCTV ഫുട്ടേജ് നോക്കുമ്പോഴാണ് അതേ സ്ഥലത്ത് അപ്പൂപ്പന്റെ മൂത്ത മകനോട് വന്നിരിക്കുന്ന കാണുന്നത്. ഒരേ ഇങ്ങേരല്ലായിരിക്കും ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് ഇവരുടെയും ചോദ്യം ചെയ്യാൻ വരുമ്പോഴാണ് അങ്ങേരാണ് ഈ കാര്യം കേട്ട് അങ്ങ് പേടിച്ചോവും. എന്തുകൊണ്ടാണ് നീ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹെയിനൊരു പ്രശ്നം വരുമ്പം നീ വിഷമിക്കുന്നില്ല. ഇതേപോലെയായിരുന്നു പണ്ട് അച്ഛനും ഞാൻ ചെയ്ത തെറ്റിന് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ. അതിനെ കുറിച്ച് നിനക്കൊരു വിഷമവും ഇല്ലല്ലോ. ഞാൻ സത്യം പറയാം, ഞാൻ അന്ന് അവിടേക്ക് വന്നത് നമ്മുടെ അച്ഛനെ കാണാൻ വേണ്ടിയാ. പക്ഷെ അദ്ദേഹത്തിന്റെ പുതിയ ഗേൾഫ്രണ്ട് അച്ഛൻ ഉറങ്ങാമെന്ന് പറഞ്ഞ് എന്നെ കാണാൻ സമ്മതിച്ചില്ല. ഇത്രേ സംഭവിച്ചുള്ളൂ. അല്ല ഞാൻ നിന്റെ മോളെന്ന് കൊല്ലാൻ നോക്കിയില്ല എന്നിന് ഇങ്ങേരും പറയുമ്പോഴാണ് എന്തായാലും സത്യം കണ്ടുപിടിച്ചാലുള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഹെയിന്റെ അച്ഛനും വീട്ടിൽ വന്ന് അച്ഛനോട് ഈ കാര്യം പറയണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് ആണ് ഇപ്പൊ ചെയർമാൻ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കാണാൻ സമ്മതിക്കത്തില്ല. അതിനുശേഷം ഹെയിന്റെ അച്ഛൻ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കും ഇന്നലെ ഇദ്ദേഹത്തിന്റെ ചേട്ടൻ വന്ന് ഇവരോട് സംസാരിച്ചായിരുന്നെന്ന്. അപ്പോഴാണ് അവരിത് കേട്ട് ഷോക്കായിട്ട് അവരിന്ന് ആരും വന്ന് കണ്ടില്ലെന്നങ്ങ് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഹെയിന്റെ അച്ഛനും ഒരു ചേട്ടൻ കള്ളം പറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ കൺഫ്യൂസ് ആകും. പക്ഷെ ഈ ഗേൾഫ്രണ്ട് പറഞ്ഞത് സത്യമാണോ കള്ളമെന്ന് നമുക്കറിയത്തില്ല. കാരണം ആദ്യം തൊട്ട് അവര് കുറച്ച് സസ്പീഷ്യസ് ആയിട്ടുള്ള. അതിനുശേഷം ഇവിടെ ഹെയിന്റെ അമ്മയാണ് ആ ഗ്രേസിനോട് പറഞ്ഞുകൊണ്ടിരിക്കും ആ ഇൻസുങ്ങിനെ കൈക്കിലാക്കിയാൽ മാത്രമേ അനീന് വല്ല വില കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അവനെ ഫോളോ ചെയ്യാൻ പറയുമ്പോഴാണ് ഇവരപ്പത്തിന് ആ ജോലി ഏറ്റെടുത്തിട്ട് ഇൻസുങ്ങിനെ ഫോളോ ചെയ്തു പോകും. പക്ഷെ അവന് മനസ്സിലായി ഇവര് കുറെ സമയമായിട്ട് ഇങ്ങനെ പുറയിരുന്നത്. അതുകൊണ്ട് അവനൊരു സിറ്റുവേഷന് ഇവരെന്തിനാ ഇപ്പൊ പുറകെ ഒന്ന് ഫോളോ ചെയ്യുന്ന ചോദിക്കുമ്പോഴാണ് അവരാണ് സത്യം പറയും ഹെയിന്റെ അമ്മ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. കൂടാതെ അവരും പറയും അവരുടെ ആഗ്രഹം ഹെയിന് ഇവനും കല്യാണം കഴിക്കുന്നതായിരുന്നെന്ന്. അതുകൊണ്ട് അവർ തമ്മിൽ അകത്താൻ വേണ്ടി ഇവര് കുറെ ശ്രമിക്കുമെന്ന് പറയുമ്പോഴാണ് ഇൻസുങ്ങും പെട്ടെന്ന് ചോദിക്കും എന്തുകൊണ്ട് അവരങ്ങനെ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോഴാണ് അവർ പറയും കൊറേയിലെ മിക്കുള്ള റിച്ച് ആയിട്ട് ആൾക്കാരെ ഇവരാണ് കല്യാണം കഴിപ്പിച്ചു വിടുന്നത്. പക്ഷെ ഹെയ് മാത്രമേ ഉള്ളൂ ഇവരെ പറഞ്ഞു കേൾക്കാതെ ഇൻവുവിനെ കല്യാണം കഴിച്ചത്. അങ്ങനെ അതുകൊണ്ട് നാട്ടുകാർക്ക് മുമ്പ് ചെറിയ നാണക്കേടായതുകൊണ്ട് അത് തിരിച്ചെടുക്കാൻ വേണ്ടിയാ അവർ തമ്മിൽ ഡിവോഴ്സ് ചെയ്യണമെന്ന് ഇവരാഗ്രഹിക്കുന്നത്. അങ്ങനെ അതിന്റെ ഒരു പ്ലാനും കൂടെ ആയിരുന്നു ഇവരെ ഹണ്ടിങ് വെച്ച് ആ കമ്പുവേലിയൊക്കെ പൊട്ടിച്ച് അവളെ കൊല്ലാൻ നോക്കിയതും. പക്ഷെ അപ്പൊ ഇൻവു വന്ന് അവളെ രക്ഷിച്ചെന്ന് പറഞ്ഞ് ഇവരവിടെ ദേഷ്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എത്തിയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Sense of feeling I wanna get used to. There's no man